English class from English with SC. Today we are going through the lessons from the CBSE 10th class English Unit 4 from the Diary of Anne Frank. ഇന്ന് നമ്മൾ ഇവിടെ ക്ലാസ്സിൽ പഠിക്കുന്ന ലെസൺ ഫ്രം ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് എന്താ എന്ന യൂണിറ്റ് 4 CBSE ക്ലാസ് ഇംഗ്ലീഷ് 10ൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ടെക്സ്റ്റിലേതാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം ഈ ചാനൽ നാം എടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് വാച്ച് ദറ്റ് വീഡിയോസ്. ദെൻ കമൻസ്, നിങ്ങളുടെ സജഷൻസും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയാം. ഞാനിതിൽ ആദ്യമായിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ലെസൺ വളരെ ചുരുക്കത്തിൽ അതിൻ്റെ സമ്മറി മലയാളം വിത്ത് ഇംഗ്ലീഷ് ഒന്ന് പറയാം. ആദ്യം ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ആൻ ഫ്രാങ്ക് ഹോളണ്ടിൽ ഹിറ്റ്ലറിൻ്റെ ഇൻവേഷന് ശേഷം ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അവരവിടെ ഹിറ്റ്ലറിൻ്റെ പെർസിക്യൂഷനിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഒളിച്ച് ജീവിച്ചിരുന്നു. അന്ന് ആൻ്റെ പേരൻറ്റ് ലെഫ്റ്റ് ആൻ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ ഹൂം ആൻ മിസ്ഡ് വെരി മച്ച് ആഫ്റ്റർ ഹെർ ഡെത്ത്. അപ്പോൾ ആൻ്റെ പാരൻസ് ആനിനെ അവളുടെ ഗ്രാൻഡ് മദറിനോടൊപ്പം വിട്ടിട്ട് അവരവിടെ നിന്ന് മാറിപ്പോവുകയാണ്, അതായത് ഒളിച്ച് താമസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഗ്രാൻഡ് മദർ മരിച്ചപ്പോൾ അവൾക്ക് വളരെ വലിയ വിഷമമായി. അതുപോലെ ആനിന് ഒരു ഡയറി 13th ബർത്ത്ഡേയിൽ ഒരു ഡയറി അവൾക്ക് കിട്ടിയിരുന്നു. അവൾ ഒരു ക്ലോസ് ഫ്രണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് അവൾ ആ ഡയറിക്ക് കിറ്റി എന്ന് പേരിടുകയും എല്ലാ വിധത്തിലുള്ള ഡെവലപ്മെൻറ്റ്സും പ്രോബ്ലംസും എല്ലാം അവൾ ആ ഡയറിയിൽ എഴുതുകയും ചെയ്യുമായിരുന്നു. അവളുടെ മിസ്റ്റർ കീസിങ് എന്ന ഒരു ടീച്ചർ ഒഴികെ ബാക്കി എല്ലാവർക്കും അവളെ വലിയ ഇഷ്ടമായിരുന്നു. മിസ്റ്റർ കീസിങ് അവൾ എപ്പോഴും ക്ലാസ്സിൽ സംസാരിക്കുമെന്ന കാര്യം കൊണ്ടിട്ട് അവൾക്ക് എസ്സേസ് ആഫ്റ്റർ എസ്സേസ് പണിഷ്മെൻ്റായിട്ട് നൽകുമായിരുന്നു. അങ്ങനെ അവൾക്കൊരു ചാറ്റർ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു എസ്സേ അവൾക്ക് പണിഷ്മെൻ്റായി കൊടുക്കുകയും ആനി അതിന് ഒരു ടോപ്പിക്ക് ക്വാക്ക് 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 എന്ന് പേരിടുകയും ചെയ്തു. അതുപോലെ അവളുടെ ആ ടീച്ചർ മിസ്റ്റർ കീസിങ് അവളുടെ ആ ക്വാക്ക് എന്നുള്ള ആ പാഠത്തിൽ അതിൻ്റെ ചിക്സിനെ കൊല്ലുന്നതായിട്ടും പണിഷ്മെൻറ്റ് നൽകുന്നതായിട്ടുമൊക്കെയായിരുന്നു അവൾ ചിത്രീകരിച്ചിരുന്നത്. ഇത് മിസ്റ്റർ കീസിങ്ങിന് മനസ്സിലാവുകയും അതിനുശേഷം മിസ്റ്റർ കീസിങ് അവളെ പണിഷ്മെൻറ്റ് ചെയ്യാതെ അവളെ കൺസിഡർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ബ്രീഫ് സമ്മറിയിലേക്ക് പോകാം. ആൻ എപ്പോഴും അവളുടെ ഫീലിങ്സ് ഡയറിയിൽ രേഖപ്പെടുത്തുമായിരുന്നു. ഷീ ഫീൽസ് ദാറ്റ് ഡൂയിങ് സോ ഇസ് എ സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് ഫോർ വൺ ലൈക്ക് ഹെർ. അവളെപ്പോലെ ഒരാൾക്ക് എല്ലാവിധത്തിലുള്ള സ്ട്രേഞ്ച് എക്സ്പീരിയൻസും എഴുതാനുള്ള ഒരു ഇടമായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കി. കാരണം ഷി ഹാസ് നോട്ട് റിട്ടൺ ഏർലിയർ. കാരണങ്ങൾ 2 എണ്ണമായിരുന്നു. ഒന്ന്, അവൾ അതിനു മുമ്പ് എഴുതിയിട്ടില്ല. രണ്ടാമതേത്, നോൺ വുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് സംതിങ് റിട്ടൺ ബൈ ഹെർ ആസ് ഷീ ഈസ് എ സ്മാൾ ഗേൾ. അവളൊരു ചെറിയ കുട്ടിയായിരുന്നതുകൊണ്ട് അവൾ എഴുതുന്നത് ആരും വായിക്കാൻ വലുതായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നിട്ടുമില്ല, ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ഡയറി എഴുതാൻ തുടങ്ങുന്നു. ഷി ഫെൽറ്റ് ദാറ്റ് പേപ്പർ ഹാഡ് മോർ പേഷ്യൻസ് ദാൻ പീപ്പിൾ. മനുഷ്യനേക്കാൾ കൂടുതൽ ക്ഷമ പേപ്പറിനുണ്ട് എന്നവൾ മനസ്സിലാക്കുന്നു. She felt that she won't let anyone read her diary unless she found a real friend, so she wrote it. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ ഡയറി ആരെയും കാണിച്ചിരുന്നില്ല. അവൾക്കൊരു റിയൽ ഫ്രണ്ട് കിട്ടിയാൽ അവരെ മാത്രമേ, അതായത് ലെറ്റ് എനിവൺ റീഡ് ഹർ ഡയറി, അവളുടെ ആരെയും തന്നെ അവൾ ഒരു ഡയറിയിലെ ഒരു എഴുത്തുകളും കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. She wrote that she was not completely alone in the world, but she had loving parents and a 16-year-old sister. അവളുടെ ഡയറിയിൽ എഴുതിയിരുന്നു തനിക്ക് പേരൻസും ഉണ്ട്, ഒപ്പം തന്നെ തനിക്ക് 16 വയസ്സുള്ള ഒരു സിസ്റ്ററുമുണ്ട്. അതുപോലെ she had about 30 people around her she could call friends. 30-30 ആളുകൾ അവൾക്ക് അറൗണ്ട് ഉണ്ട്, അവരെ അവൾ ഫ്രണ്ട്സ് എന്ന് വിളിച്ചു. Then she had a family, owns and a good home, but she had no true friend. She thought of having a good time when she was with friends, but she could not get closer. She admitted it her fault that she didn't confide in each other since they were not liable to change. She started writing a diary. She made it her friend. അപ്പോൾ അവൾക്ക് വലിയ ഫ്രണ്ട്സ് ഒന്നുമില്ല എന്ന സത്യത്തെ അവൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ അവൾ ഡയറി എഴുതാൻ തുടങ്ങുകയും ചെയ്തു. ശരിക്കും അതുകൊണ്ട് അവളുടെ ഡയറിയെ വിളിച്ചത് തൻ്റെ ഫ്രണ്ട് എന്നായിരുന്നു. പിന്നീട് അവളുടെ ഡയറിക്ക് കിറ്റി എന്ന് പേരിടുന്നു.
അതിനെ അവളുടെ ബ്രീഫ് സ്കെച്ചായിട്ട്, അതായത് അവളുടെ ഡയറിയെ ഒരു ബ്രീഫ് സ്കെച്ചായിട്ട് അവൾ മാറ്റുകയാണ്. ഷീ വാണ്ടഡ് ദ ഡയറി ടു ഹെർ ഫ്രണ്ട് ആൻഡ് ഷീ നെയിംഡ് ഇറ്റ് ആസ് കിറ്റി. കിറ്റി എന്നാണ് അവരുടെ ഡയറിക്ക് പേരിട്ടത്. അപ്പോൾ അതിലവളുടെ ലൈഫിൻ്റെ ഒരു ബ്രീഫ് സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലവൾ എന്താ എഴുതിയിരിക്കുന്നത്? ഷി റോട്ട് ദാറ്റ് ഹെർ ഫാദർ മാരീഡ് ഹെർ 25-year-old മദർ അറ്റ് ദ ഏജ് ഓഫ് 36. 36 വയസ്സുള്ളപ്പോഴാണ് തൻ്റെ അച്ഛൻ തൻ്റെ അമ്മയെ, 25 വയസ്സുള്ള അമ്മയെ വിവാഹം കഴിച്ചത്. സിസ്റ്റർ മാർഗോട്ട് വാസ് ബോൺ ഇൻ ഫ്രാങ്ക്ഫർട്ട് ഇൻ ജർമ്മനി ഇൻ 1926. അപ്പോൾ സിസ്റ്റർ 1926 ഫ്രാങ്ക്ഫർട്ടിലാണ് ജനിച്ചത്. അതുപോലെ അവൾ ജനിച്ചതോ, ആൻ ഫ്രാങ്ക് ജനിച്ചത് എവിടെയാണ്? ഷീ വാസ് ബോൺ ഓൺ 12 ജൂൺ 1929 ആൻഡ് ഹെർ ഫാദർ എമിഗ്രേറ്റഡ് ടു ഇംഗ്ലണ്ട് ഹോളണ്ട് ഇൻ 1933. അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ അവളുടെ ഫാദർ ഹോളണ്ടിലേക്ക് പോയി. ഹെർ മദർ എഡിത്ത് സൊലാൻഡർ ഫ്രാങ്ക് വെൻറ്റ് വിത്ത് ഹെർ ഫാദർ ടു ഹോളണ്ട് ബട്ട് ഷീ ആൻഡ് ഹെർ സിസ്റ്റർ വാസ് സെൻറ്റ് ടു ആക്കൻ ടു സ്റ്റേ വിത്ത് ദെയർ ഗ്രാൻഡ് മദർ. ദെൻ ദേ വെൻറ്റ് ടു ഹോളണ്ട്. എന്നാൽ ആൻ്റെ സ്കൂൾ എങ്ങനെയായിരുന്നു? ഷി വാസ് സെൻറ്റ് ടു എ മോണ്ടിസോറി നഴ്സറി സ്കൂൾ. ഷി സ്റ്റേഡ് ദെയർ അണ്ടിൽ ഷി വാസ് 6. ഇൻ ദ 6th class her teacher was Mrs. Cooperus, the headmistress. Both had tears when they had farewell. അപ്പോൾ അവൾ 6 വയസ്സുള്ളപ്പോൾ അവളുടെ ടീച്ചർ കുപ്പറസ് എന്ന ഹെഡ് മിസ്ട്രസ്സിന് ഇവൾ അവിടെ നിന്ന് യാത്രയായപ്പോൾ വളരെ വിഷമം വന്നു. റീസൺ ഫോർ നോട്ട് റൈറ്റിംഗ് ദ ഡയറി എന്നത് സമ്മർ ഓഫ് 1941 അവളുടെ ഗ്രാൻഡ്മ വയ്യാതെ, അതായത് ഫെല്ലിൽ, ഷി ഹാഡ് ടു ബി ഓപ്പറേറ്റഡ് അപ്പോൺ. ഷി ഡൈഡ് ഇറ്റ് അറ്റ് January 1942. She thought of her greatly and she loved her still. They celebrated Anne's birthday in 1942. Okay, the 4 of them were doing where till 20 June 1942. Then Anne wrote her diary again. It was like this. അപ്പോൾ എന്തായിരുന്നു? 1941 അവളുടെ ഗ്രാൻഡ്മ ഫെല്ലിൽ സുഖമില്ലാതെ കിടന്നു. അപ്പോൾ അവൾ ഡയറി എഴുതി നിർത്തി. പിന്നീട് 1942 അവൾ വീണ്ടും ഡയറി എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ക്ലാസ്സിൽ അവൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് വാസ് ദ ഡേ ഓഫ് ദ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ്. എവറി വൺ ഇൻ ഹെർ ക്ലാസ് വാസ് ഇൻ ടെൻഷൻ. ദ റീസൺ വാസ് ഹൂ വുഡ് ഗോ ടു ദ നെക്സ്റ്റ് ക്ലാസ് ആൻഡ് ഹൂ വുഡ് നോട്ട്. അപ്പോൾ ജയിച്ച ആരൊക്കെയാണ് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത്, ആരൊക്കെ ഇവിടെ ഇരിക്കും, അതായിരുന്നു അവർ നോക്കിയിരുന്നത്. ദേ ഹാഡ് ബെറ്റ്സ് വിത്ത് അതർ ബോയ്സ് ഓൺ ഹൂ വുഡ് പാസ് ആൻഡ് വുഡ് നോട്ട്. ഷി ഫൗണ്ട് ദ ടീച്ചേഴ്സ് മോസ്റ്റ് അൺപ്രെഡിക്റ്റബിൾ ക്രിയേച്ചേഴ്സ് ഓൺ ദ എർത്ത്. അപ്പോൾ അവൾ ടീച്ചേഴ്സിനെ കണ്ടിരുന്നത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ജന്തുക്കളായിട്ട്, അൺപ്രെഡിക്റ്റബിൾ ക്രിയേച്ചേഴ്സ് ഓൺ ദി എർത്ത്. ഷി വാസ് നോട്ട് വറീഡ് അബൌട്ട് ഹെർ ഗേൾ ഫ്രണ്ട്സ് ആൻഡ് ഹെർ സെൽഫ്. ഷി വാസ് ഷുവർ ടു മേക്ക് ദാറ്റ് ബട്ട് ഷി വാസ് നോട്ട് ഷുവർ അബൌട്ട് മാത്സ് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ, പിന്നെയോ അടുത്തത് മിസ്റ്റർ കീസിങ്ങിനെ പറ്റിയാണ്. അടുത്തത് അവളുടെ ടീച്ചേഴ്സിനെ പറ്റി. മിസ്റ്റർ കീസിങ് എന്ന് പറയുന്ന ഒരു ഡൾ പേഴ്സണാലിറ്റി, അവരായിരുന്നു അവർക്ക് മാത്സ് എടുത്തിരുന്നത്. അതുപോലെ അവൾ അവിടെ സംസാരിക്കുന്നതിന് അവളെ ചാറ്റർ ബോക്സ് എന്ന് പറയും. ചാറ്റർ ബോക്സ് എന്നുള്ള ഒരു എസ്സേ എഴുതാൻ അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഷി പുട്ട് എ സ്ലിപ്പ് ഇറ്റ് ഓൺ ഹെർ സ്കൂൾ ബാഗ്. ഇറ്റ് വാസ് ടു റിമൈൻഡ് ഹെർ സെൽഫ് ടു റൈറ്റ് ലേറ്റർ. എന്നിട്ടോ അവൾക്ക് ഇൻ ദ ഈവനിങ് ഷി ഹാഡ് ഡൺ ഹെർ ഹോംവർക്ക്. ഷി ബിഗാൻ തിങ്കിങ് ഓഫ് ദ സബ്ജക്റ്റ് ഓഫ് ദ എസ്സേ. ഷി തോട്ട് ടു റൈറ്റ് ഗുഡ് പോയിൻറ്റ്സ് ഓഫ് ആർഗ്യൂയിങ് ടു പ്രൂവ് ദ നെസസിറ്റി ഓഫ് ടോക്കിംഗ് എന്ന ഒരു വിഷയമാണ് അവൾ എഴുതിയിരുന്നത്. ദെൻ ഷി ഹാഡ് ആൻ ഐഡിയ. ഷി ദെൻ റോട്ട് ദ 3 pages ടു ഹെർ സാറ്റിസ്ഫാക്ഷൻ. ഷി റോട്ട് ദ ടോക്കിംഗ് വാസ് എ ഫീച്ചർ ഓഫ് എ സ്റ്റുഡൻറ്റ്. ഹെർ മദർ ഓൾസോ യൂസ് ടു ടോക്ക് മച്ച്. ഷി ഇൻഹെറിറ്റഡ് ദിസ് ട്രേറ്റ് ഫ്രം ഹെർ മദർ. ഷി ട്രൈഡ് ടു കീപ് ക്വൈറ്റ്. അവൾ ശാന്തിയായിരിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ അവൾ പറയുന്ന അവളുടെ അമ്മയും കൂടുതൽ സംസാരിക്കുമായിരുന്നു. സംസാരം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫീച്ചറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എഴുതി. വീണ്ടും അവൾക്ക് പണിഷ്മെൻ്റായിട്ട് ഹോംവർക്ക് കിട്ടുന്നു. മിസ്റ്റർ കീസിങ് ഇത് വായിച്ചിട്ട് വീണ്ടും ചിരിക്കുന്നു. അനദർ എസ്സേ കൊടുക്കുന്നു. ആൻ ഇൻകൊറിഗിബിൾ ചാറ്റർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു എസ്സേ കൊടുക്കുന്നു. ഷീ ഡിഡ് നോട്ട് ടോക്ക് ഫോർ 2 lessons. അപ്പോൾ ബട്ട് ഷി സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് അഗെയിൻ ദ 3rd lesson. 2 ലെസൺ വരെയൊക്കെ ഈ പണിഷ്മെൻറ്റ് കൊടുത്തപ്പോൾ അവൾ സംസാരിച്ചില്ല. പക്ഷേ 3ാമത്തെ ലെസൻ്റെ ടൈം ആയപ്പോഴത്തേനും അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. വീണ്ടും അവളോടൊരു എസ്സേ എഴുതാൻ പറയുന്നു. അപ്പോൾ അവൾ ക്വാക്ക് സെറ്റ് മിസ്റ്റേഴ്സ് ചാറ്റർ ബോക്സ് എന്ന എസ്സേ ആയിരുന്നു അത്. അപ്പോൾ എല്ലാ ക്ലാസ്സിലെല്ലാവരും ചിരിച്ചു, അവളെ കളിയാക്കി. ഹെർ ഫ്രണ്ട് സാൻ വാസ് ഗുഡ് അറ്റ് പോയട്രി. ഷീ ഹെൽപ് ടു റൈറ്റ് ദ എസ്സേ ഇൻ വേഴ്സ്. അപ്പം അവളുടെ ഫ്രണ്ട് അവളെ എസ്സേ എഴുതാൻ സഹായിച്ചു. ആൻസ് പോയം എ ജോക്ക് ഓൺ മിസ്റ്റർ കീസിങ് ഹിംസെൽഫ്. മിസ്റ്റർ കീസിങ്ങിനെ കളിയാക്കുന്നൊരു പോയമാണ് ആൻ എഴുതിയത്. ഇറ്റ് വാസ് എബൌട്ട് എ മദർ ഡക്ക് ആൻഡ് എ ഫാദർ. സ്വാൻ വാസ് വിത്ത് 3 baby ഡക്ലിങ്ങുമായിട്ട് പോകുന്ന ഒരു മദറും ഫാദറും.
ഈ 3 ഡക്ലിങ്സ് ആണെങ്കിലും ബിറ്റൻ ടു ഡെത്ത് ബൈ ദ ഫാദർ ഈ 3 ഡക്ലിങ്സിനെ ഭയങ്കരമായിട്ട് അടിക്കുമായിരുന്നു. ഇറ്റ് വാസ് ബിക്കോസ് ദേ ക്വാക്ട് ടു മച്ച്. കാരണം എന്താണ്, ഈ ഡക്ലിങ്സ് ഭയങ്കരമായിട്ട് ക്വാക്ക് ചെയ്യും. ക്വാക്കെന്ന് പറയും. ഓക്കെ, ക്വാക്ക് അതായത് സംസാരിക്കും. ലക്കിലി മിസ്റ്റർ കീസിംഗ് took the joke the right way. Mr. Keesing had played a joke on her, but she had it on him. He read the poem to the class, adding his own comments. ഈ കീസിംഗ് എന്ത് ചെയ്തു, ഈ പോയം ഉറക്കെ വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടി കമൻസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. സിൻസ് then she had been allowed to talk. അതിന് ശേഷം അദ്ദേഹം അവളെ സംസാരിക്കാൻ അനുവദിച്ചു. ഷി ഹാഡ് നോട്ട് ഈവൻ ബീൻ ഗിവൻ ഹിം എക്സ്ട്രാ ഹോംവർക്ക്. പിന്നീട് അദ്ദേഹം അവൾക്ക് എക്സ്ട്രാ ഹോംവർക്ക് കൊടുത്തില്ല. മിസ്റ്റർ കീസിംഗ് കണ്ടിന്യൂഡ് മേക്കിംഗ് ജോക്സ് ഇൻ ദ ക്ലാസ്. പിന്നെ മിസ്റ്റർ കീസിങ് ക്ലാസ്സിൽ ജോക്കുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഓക്കെ, അങ്ങനെ മിസ്റ്റർ കീസിംഗ് അണ്ടർസ്റ്റുഡ് ദ ഹ്യൂമിലേഷൻ ആൻഡ് ബീയിങ് എ കൺസിഡറേറ്റ് പേഴ്സൺ അലൗഡ് ആൻഡ് ടു ടോക്ക്. ഹി സ്റ്റോപ്ഡ് പണിഷിംഗ് ഹർ. അങ്ങനെ അവളുടെ പോയം എഴുതിയതിന് ശേഷം അയാൾ അവളെ ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആൻ ഫ്രാങ്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ആൻ ഫ്രാങ്കിൻ്റെ ഓട്ടോബയോഗ്രഫി ഫേമസ് ആണ്. അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ലെസൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2012 മുതൽ ഇങ്ങോട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏത് രീതിയിലുള്ള ക്ലാസ്സുകളാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് തീർച്ചയായും ഞാൻ ആ രീതിയിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ വാച്ച് ദ വീഡിയോസ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.